മാത്സ് കുറെ പോർഷൻസ്, SS കുറെ പോർഷൻസ്, സയൻസ് എപ്പോഴൊന്നും സീരിയസ്നെസ് വരൂല. മോഡൽ എക്സാമിന്റെ ടൈമിലാ വരിക പറഞ്ഞു. മോഡൽ എക്സാമിന്റെ ടൈമാണ് കഴിച്ച് എല്ലാരും പ്രാർത്ഥിക്കുക. വാവേ ഇന്നലെ കിടക്കാൻ നേരത്തെ പറഞ്ഞു എന്നോട്, അമ്മ ഞാൻ നാളെ സ്കൂളിൽ പോണില്ല കാരണം ഒരാള് പഠിച്ചു അടുക്കളയിലെത്തി. 1 മണിക്കൂറായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കണം കേട്ടോ, അടുക്കളയിൽ ഇരുന്നിട്ട്. എന്ത് പറ്റി എന്നാ അടുക്കളയിലേക്ക് വരാൻ? എന്താ അടുക്കളയിൽ വരാൻ കാര്യം? റൂമിൽ ഇരുന്ന് പഠിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാന് അടുക്കളയിൽ വന്നിട്ട് ഇത് കട്ടൻ ചായ ഉണ്ടാക്കി, ലെമൺ ടീ ഉണ്ടാക്കി. ഇത് വെറും കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ലെമണ് കുറച്ച് പിഴിഞ്ഞിട്ടു. ഇങ്ങനെ കുടിച്ച് ഫസ്റ്റ് അവിടെ ഇരുന്നത്, കുടിച്ച് കഴിയണവരെ അവിടെ ഇരുന്ന് പഠിച്ച്, പിന്നെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ അൺകംഫർട്ടബിൾ തോന്നിയിട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ 1 മണിക്കൂറായിട്ട് കംഫർട്ടബിൾ ആണ് ഞാൻ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ച്. ഏതാ പഠിക്കണേ? ബയോളജി. മിസ് ഒരു പ്രിന്റ് തന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് പഠിക്കുക. പ്രിന്റ് എടുത്തതാണല്ലേ? പ്രിന്റ് എടുത്തതാ. ഇന്നലെ ഞാൻ പ്രിന്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് വന്ന് ടേബിളിൽ നോക്കുമ്പോ പ്രിന്റ് കണ്ടു. അപ്പൊ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. മോഡൽ എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ്. സുഖമായി പഠിക്കാന്. അപ്പൊ ഇതിലുള്ള മാത്രമേ വരുള്ളൂ? ഇതിലെന്തോരം ഉണ്ട്. ഇതിലുള്ളത് എന്തായാലും വരും. ആണോ? ഇത് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. അപ്പൊ ഇന്നൊരു മോർണിംഗ് വിശേഷങ്ങൾ ആട്ടോ. അതെ, എക്സാം ആയി ദേവുന് ഈ മാസം നവംബർ 17-ാം തീയതി മോഡൽ എക്സാം. അതെ, മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ദേവുനെ കിട്ടാനേ ഇല്ല, കാരണം 4 മണി വരെ സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് 4:30 കേട്ടോ, 4:15 മുതൽ 6:15 വരെ സ്പെഷ്യൽ ക്ലാസ്. അത് കഴിഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 7:30 ആവും. 7:30 പിന്നെ ഞാൻ വേഗം വന്ന് കഴിക്കൊന്നുമില്ല, വേഗം അവിടെ നിന്ന് തന്നെ സ്നാക്സ് കിട്ടും. കപ്പ, പൂള പുഴുങ്ങിയതും പിന്നെ മറ്റേ ചമ്മന്തി, അതൊക്കെ അങ്ങനത്തെ ഒക്കെ കിട്ടും, അട. അപ്പം അത് അവിടെ നിന്ന് കഴിച്ച് പോരുമ്പോൾ വിശപ്പുണ്ടാവില്ല. അതുകൊണ്ട് അവിടെ നിന്ന് വേഗം കുളിച്ചിട്ട് വേഗം പഠിക്കാനിരിക്കും. പിന്നെ എപ്പോഴാണോ ഉറക്കം വരുന്ന വരെ ഇരുന്ന് പഠിക്കും. അതാണ് ഉറക്കം വരുന്നവരെ ഇരുന്ന് പഠിക്കും. പക്ഷെ എനിക്ക് നേരത്തെ ഉറക്കം വരും. 9:30 ആകുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഇന്നലെ എനിക്ക് 9:30 ഉറക്കം വന്നു എനിക്ക്. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്ന് 10 മണി വരെ എങ്ങനെയൊക്കെയോ പഠിച്ച് 10 മണിയായപ്പോഴേക്ക് പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അവിടെ പഠിച്ചെടുത്ത് കിടന്നുറങ്ങി. എന്നിട്ട് അമ്മ പറഞ്ഞു അവിടെ പോയി കിടന്ന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പിന്നെ എൻ്റെ റൂമിൽ പോയി കിടന്നു. പിന്നെ രാവിലെ 5:30 ആയപ്പോൾ എണീറ്റ് പിന്നെയും പഠിച്ചമ്മേ. ഞാൻ ഫ്രീ ആയിട്ടിരിക്കണ നേരം ഞാൻ മറന്നുപോയി എപ്പോഴാണ്. അതെന്താ വെച്ചാൽ ഒന്നാമത്തെ 10ാം ക്ലാസ് ആണ്. പിന്നെ മാത്രല്ല ഇനി 3 മാസം കൂടി അല്ലേ ഉള്ളൂ എക്സാം. പിന്നെ മാത്രല്ല തലവേദനയാണ് ഈ ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പം. പിന്നെ പിന്നെയും പഠിക്കുക. പിന്നെ എനിക്ക് ഫുള്ള് തലവേദന ഇപ്പൊ അടുത്തായിട്ട്. ഈവനിങ് ക്ലാസ് എന്ന് തുടങ്ങിയോ അന്ന് എനിക്ക് തലവേദന. കാരണം എന്താ വെച്ചാൽ ലൈൻ ബസ്സിനല്ലേ വരുന്നത്. ലൈൻ ബസ്സിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം ബസ് കയറാൻ വരണം. പിന്നെ ബസ് അല്ലേ കുറെ ദൂരല്ലേ ബസ് കയറാൻ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് എന്താ പറയാ, ദേവുവിന് ഞങ്ങൾ കിട്ടാനില്ല അപ്പൊ. കാരണം പണ്ട് പറഞ്ഞാല് നമുക്ക് ഞാനിവരെ കാണുന്നത് കുറച്ച് ടൈമുള്ളൂ, കിട്ടാനേ ഇല്ല. ഞാന് സ്കൂളിൽ പോവാൻ നേരത്ത് ചോറിനാൻ നേരത്ത് കുറച്ചു നേരം സംസാരിക്കും. പിന്നെ കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് അന്നത്തെ എന്താ ചായക്കടി എന്തേന്നു, പിന്നെ അന്നത്തെ വിശേഷങ്ങൾ പറയും. പിന്നെ അപ്പൊ തന്നെ പഠിക്കായിരിക്കും. ആ വിശേഷങ്ങൾ അത്ര നേരം പറയൂല, 5 മിനിറ്റേ പറയുള്ളൂ. അതെ, സമയമല്ല പറയാ. 10ാം ക്ലാസ്സിൽ തുടങ്ങിയ ടൈമിൽ ഫുൾ എന്താ പഠിക്കൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ അപ്പൊ അങ്ങനത്തെ രീതിയിലാ. പിന്നെ എന്റെ കസിൻസ് ഒക്കെ പറഞ്ഞു ഇപ്പോഴൊന്നും സീരിയസ്നെസ് വരൂല, മോഡൽ എക്സാമിന്റെ ടൈമിലാ വരിക പറഞ്ഞു. മോഡൽ എക്സാമിന്റെ ടൈമാണ് കഴിച്ചൊക്കെ. 2 ആഴ്ചയും കൂടെ ഉള്ള എക്സാമിന് കൊറേ പോർഷൻസ് ഉണ്ട്. മാത്സ് കൊറേ പോർഷൻസ്, സയൻസ് അത്യാവശ്യം കഴിഞ്ഞ എക്സാമിന്റെയും കൂടെ കൂട്ടിയിട്ട് ഉണ്ട്. സെക്കൻഡ് മോഡലിനാണ് ഫുൾ ചാപ്റ്റേഴ്സ് വരിക എക്സാമിന്.
പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ബോർഡ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. അതാണ് എനിക്ക് പേടിയാവുണ്ട്. ഫെബ്രുവരി 17 ടു മാർച്ച് 7 6 മാർച്ച് 6 അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എവരി സ്റ്റുഡൻസ് പഠിക്കട്ടെ. ഒരു കട്ടൻ ചായ കുടിച്ചിരിക്കുകയാണ് ഗൈസ്. ASMR ആണ് കണ്ടോട്ടോ. എന്താ മനസ്സിലായിട്ടോ? അപ്പം ഇന്ന് എനിക്ക് സ്കൂളിലും മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിനും +2-നും 12നും ഉണ്ട് മോട്ടിവേഷൻ ക്ലാസ്. അപ്പം അത് 5th ഹയർ സെക്കൻഡറിക്കൊക്കെ 1st പീരീഡ് മുതൽ 5th പീരീഡ് വരെ ഉണ്ട്. അവർക്ക് അത്രയും പറയാനുണ്ട്. ഞങ്ങൾക്ക് 6th 7th 8th 3 പീരീഡാണുള്ളത്. 1:30 to 3:30 വരെ 2 മണിക്കൂർ. അപ്പം 5 പീരീഡ് വരെ ഞങ്ങൾക്ക് ഇന്നുള്ളൂ. ഇന്ന് 10ാം ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് അതിന്റെ കുറവില്ലാത്തത് കൊണ്ട് പഠിക്കാതെ ഇനി മോട്ടിവേഷൻ ഇല്ലാതെ പറഞ്ഞിട്ടില്ലേ. അപ്പം അതിന്റെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ 10ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ അല്ലെ 10ാം ക്ലാസ്സിൽ മീൻസ് എക്സാമിന് ഒരു സ്കൂളിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. മീൻസ് പുറത്തുനിന്ന് ഒരാൾ വന്ന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം വെച്ച് ഒരു മീറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ മോട്ടിവേഷൻ തരുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ പുതിയ കിട്ടാറുണ്ട്. വീട്ടിൽ നിന്നൊന്നും കിട്ടലുണ്ട്. അത് നമുക്ക് വേണ്ട. അത് അങ്ങനത്തെ മോട്ടിവേഷനാണ് കിട്ടല്. ഇതാകുമ്പോൾ കുറച്ച് പഠിക്കണം. അതൊക്കെയാണ് ഞാൻ മോട്ടിവേഷനോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം മോട്ടിവേഷൻ കഴിഞ്ഞ് വരുമ്പം എന്താ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു വരാത്തൊരവസ്ഥ വരരുത് എന്നാണ് എനിക്ക് ആഗ്രഹം. എണീറ്റോ അമ്മേന്റെ മുത്തുമണി, എണീറ്റോ തങ്കം? എനിത്തിങ് ടു സേ? ഹലോ? നത്തിങ്. വാവേ എണീറ്റ് വാവേ. അമ്മേന്റെ പൊന്ന് നല്ല മോളാണ് തങ്കം. അമ്മേന്റെ തങ്കക്കൊടാണിത്. ഇനിയിപ്പം എന്റെ മോഡൽ എക്സാം ഒക്കെ കഴിയുമ്പോ എന്റെ തടി കുറയും. ഇവിടെ ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരും. കണ്ണെഴുതിയില്ല പരാതി വേണ്ടല്ലേ. ഇതൊക്കെ മാർക്കില് കണ്ടാ മതി. ഡാർക്ക് സർക്കിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, മാർക്കൊന്നും ഉണ്ടാവില്ല. എന്റെ പാവ ഇപ്പൊ എന്നും ചോദിക്കും, അമ്മ ഞാൻ നാളെ സ്കൂളിൽ പോണോ വേണ്ടേ? ഇന്ന് പോകുന്നില്ല അമ്മ. എന്താച്ചാലേ ഇപ്പൊ പഠിപ്പിക്കാൻ റിവിഷനൊക്കെ തുടങ്ങി, ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ എനിക്ക് റിവിഷൻ ടൈമിൽ പോണതാ ഇഷ്ടം. എനിക്ക് റിവിഷൻ എടുക്കുമ്പം കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരും. എനിക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്ന ഇഷ്ടം. കാരണം അത് മാത്രം അങ്ങനെ പഠിച്ചു പോയാൽ മതി. എനിക്ക് ടെക്സ്റ്റ് ഇല്ല ടെക്സ്റ്റ് വായിക്കണം എനിക്കിഷ്ടം. ബാബയുടെ കമ്മൽ ഇവിടെ ഊരി വെച്ചായിരുന്നു ഇന്നലെ. അപ്പം എന്നോട് പച്ചമലയാളത്തിലല്ലേ പറഞ്ഞത് രാവിലെ ഇട്ടാ മതി, കമ്മല് രാവിലെ ഇട്ടാ മതിന്ന്. വാവേ ഇന്നലെ കിടക്കാൻ നേരത്തെ പറഞ്ഞു എന്നോട്, അമ്മ ഞാൻ നാളെ സ്കൂളിൽ പോണില്ല. കാരണം ദിയമോൾ അങ്ങനെ പറയാറില്ല സ്കൂളിൽ പോണില്ല എന്ന്. ഇപ്പൊ എന്താണ് 2 ദിവസമായിട്ട് ദിയമോൾ പറയുന്നുണ്ട് സ്കൂളിൽ പോണില്ല. എന്താ കാര്യം വാവേ? ഇന്നലെ ഞങ്ങള് ക്ലാസ്സിന്നേ എന്താ സാറോ ആരോ വന്ന് പറഞ്ഞു 17th ഈസ് ദ മോഡൽ എക്സാം ടൈം, സ്റ്റഡി വെൽ എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു 17th ഇന്ന് 4-ാം തീയതി കേട്ടോ നവംബർ. ഇന്നലെ ആലോചിച്ചു ഇന്ന് 3-ാം തീയതി, എടീ ഇനി 2 ആഴ്ചയും കൂടെ ഉള്ളു പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആകെ എന്തോ മാതിരി. ഒരു കുട്ടി ഞാൻ എന്നാ വീട്ടിക്ക് പോയാലോ? അതല്ല, എന്തിനു പഠിക്കാനോ ആയിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ ഓരോരോ മാസം കഴിയുമ്പോ ദേവോ ഇനി 8 മാസം കൂടി ഉള്ള എക്സാമിന്, 7 മാസം കൂടി ഉള്ള എക്സാമിന്, 5 മാസം കഴിഞ്ഞപ്പോ പിന്നെ നേരെ 3 മാസത്തേക്കാ പോയത്. 3 മാസം കൂടെ ഉള്ള എക്സാമിന്. ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ വിചാരിക്ക. പക്ഷെ എന്നാലും ഡിസംബർ ജനുവരി ഫെബ്രുവരി കൂട്ടണ്ട. ഈ മാസം കൂട്ടിയിട്ട് 3 മാസം, ഈ മാസം കൂട്ടാതെ 2 മാസം, 2026 1 മാസം കൂടെ ഉള്ളൂ. ഈ 2025 ഫ്ലൈറ്റ് പിടിച്ചാ പോയേക്കണോ? ഫ്ലൈറ്റ് അല്ല, റോക്കറ്റ്.
എന്ത് സ്പീഡില് ഈ 2025 പോയത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരു വർഷം കൊറോണ വന്നതിന് ശേഷമാണ് വർഷം വേഗം പോണത്. അതിന് മുന്നൊക്കെ പതുക്കെ പോയിക്കൊണ്ടിരുന്നത് വർഷങ്ങളൊക്കെ. അവന്റെ അമ്മോ, പപ്പയൊക്കെ ഗൾഫിലായിരുന്ന സമയത്ത് ഓരോ വർഷം കടന്നു പോണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടേന്നറിയോ. പക്ഷെ ഇപ്പൊ എന്താ മാസങ്ങൾ പോണ പോലെ വർഷം പോണത്. ഒന്ന് കാണിച്ചേ ബാബേ, ഒന്ന് കാണിച്ചേ, ഒന്നുകൂടെ കാണിച്ചേ, കാണിച്ചേ. വർഷങ്ങൾ പോണ എങ്ങനെയാ? എണീക്ക് വാവ എണീക്ക്. ഫ്രണ്ട്സ്, ചേച്ചി ഗൂഗിളിൽ നോക്കി അടിച്ചതാണ് എങ്ങനെയാണ് ഉറങ്ങാതെ എങ്ങനെ പഠിക്കാന്ന്. അതുകൊണ്ടാണ് നടന്ന് ചേച്ചി ഇങ്ങനെ പഠിക്കുന്നത്. ചേച്ചിക്ക് ശീലം ഉണ്ടാവില്ലെന്നു. ഞാൻ സാധനം കാണിച്ചു തരാം. ഹൗ ക്യാൻ വി അവോയ്ഡ് സ്ലീപ്പ് വൈൽ സ്റ്റഡിങ്. ഇന്നലെ ഞാൻ സെർച്ച് ചെയ്തതാണ് ഗൈസ്, കാരണം അത്രയും ഉറക്കം വന്നിട്ട്. അതാ ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഉറക്കം വരാതെക്കാൻ വേണ്ടി കട്ടൻ ചായ കുടിച്ചപ്പം ഉറക്കം വരുന്നില്ല. ഇത്രയും വായിച്ചു. പക്ഷെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും ഇല്ലേ? പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും. ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി പഠിക്കാൻ നേരത്തെ അവള് പറഞ്ഞു കോഫി കുടിച്ചാൽ മതി ഉറക്കൊക്കെ പോകും പറഞ്ഞു. ഞങ്ങളിന്ന് കോഫി കുടിച്ചിട്ട് നേരെ കിടന്നു. ബുക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോഫി കുടിച്ച് കഴിഞ്ഞത് ഉറങ്ങി. അതുകൊണ്ട് കോഫി കുടിക്കാൻ നിർത്തി. ഫ്രണ്ട്സ്, പിന്നെ ഞാൻ പാട്ട് കേൾക്കൂട്ടോ. പിന്നെ കുളിക്കാൻ നേരത്ത് കുറച്ചൊരു കൂളാവാൻ വേണ്ടിയിട്ട് അലക്സയിൽ പാട്ട് വെക്കും. അപ്പൊ പിന്നെ ഒരു എൻജോയ്മെന്റും ആയി. പിന്നെ കുളിക്കാൻ നേരത്ത് വേണം, സമയം പോവില്ലല്ലോ. ഫ്രണ്ട്സ്, രസം റെഡി ആയിരിക്കുന്നു. കഴിക്കാനുള്ള ചോറെടുത്ത് വെച്ചു. നമുക്ക് കറി കൊണ്ടുപോകണം കുപ്പിയായിട്ടത്. കുഞ്ഞു കുപ്പിയാണ്. ഈ പുളിയിഞ്ചീൻ്റെ കച്ചാറ് കൊണ്ടുപോകണം കുപ്പിയാണ്. അപ്പം ഞാനത് കണ്ടപ്പോൾ കറി ചൂടാറ്റിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിടും നമ്മളെ പാത്രം. പിന്നെ മീൻകറിയൊക്കെ ഇന്നലെ ചോറ് മീൻകറി. മീൻ പിന്നെ ഒരു സ്കൂളിലോട്ട് കൊണ്ടുപോകില്ല മീൻ, അതുകൊണ്ട് രസം കൊടുത്തുവിടാന്ന് വിചാരിച്ചു. എന്താ പണി? ചോറ് എനിക്ക് സൈഡിൽ ഒഴിക്കണം, എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ മീൻകറിയത്തെ കഷ്ണം കൂട്ടും. ആദ്യം ഞാന് കഷ്ണങ്ങളൊന്നും കൂട്ടൂലായിരുന്നു ഗൈസ്. ഫൈൻ. മീൻകറിയും തൈരും ബീഫ് കറിയും തൈരും. ചിലരൊന്നും ബീഫ് കറീൻ്റെ കൂടെ തൈര് കൂട്ടുമല്ലോ. ബീഫ് അത്രയും ഇഷ്ടമുള്ളവരൊന്നും തൈര് കൂട്ടൂലല്ലോ. എനിക്ക് പക്ഷെ ബീഫ് കറീൻ്റെ ആ ഒരു എണ്ണമായി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബീഫ് കറിയേ ഇഷ്ടമല്ല, അച്ചാറ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഫ്രഷ് ആയിട്ടില്ല ഗൈസ്, ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. 10 മിനിറ്റ് കൂടെ ഉള്ളു പോവാന്. ചോറ് കൊടുക്കാനുണ്ടോ? ഇവര് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എന്തുണ്ടാക്കിയാലും, ദോശ ഇഡലി എന്തുണ്ടാക്കിയാലും കഴിക്കൂല, ചോറേ കഴിക്കുള്ളൂ. അപ്പൊ കഴിക്കാൻ കൊടുക്കുകയാണ്. നമുക്ക് സ്നാക്സ് എന്താണെന്നറിയോ? പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ. ചോറിന് രസം മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒന്ന് രസം മാത്രമേ ദിയമോക്കുള്ളൂ. മീൻകറി ഉണ്ട്, പക്ഷെ മീൻകറി സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ പോവാൻ ഇറങ്ങുകയാണ്. സമയം ആയിട്ടുണ്ട്. സമയം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ സോക്സ് ഇട്ടു. അപ്പൊ ഫ്രണ്ട്സ്, ടാറ്റ, പോയിട്ട് വരാം. Friends,